ഹേ ടീം, നമ്മൾ നോർമലി ഇപ്പോൾ ഞാനിപ്പോൾ ഒരു സ്കൂളിലൊരു ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഓരോരുത്തരും എക്സാം കഴിയുന്ന സമയത്ത് സ്കോർ നോക്കിയിട്ട് നമ്മൾ ഒരു പാസ്സായിട്ടുണ്ടോ ഫെയിൽ ആയിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അല്ല, ഇപ്പോൾ ഒരു ടോട്ടൽ സ്കോർ ഒരു എക്സാമിന് 50 മാർക്കാണെന്നുണ്ടെങ്കിൽ മാക്സിമം മാർക്ക് 50 ആണെന്നുണ്ടെങ്കിൽ സ്കൂളിൻ്റെ റൂൾ അനുസരിച്ച് ഒരു 60% കിട്ടിയ ആളുകളാണെങ്കിൽ പാസ്സാണ്, അല്ലെങ്കിൽ ഫെയിലാണ്. ഇതാണ് റൂള്. അല്ലെങ്കിൽ 50% കിട്ടിയ ആളുകളാണെന്നുണ്ടെങ്കിൽ പാസ്സാണ്. അപ്പം ഇതിൽ 25 മാർക്ക് കിട്ടുന്നുണ്ടെങ്കിൽ 25 അല്ലെങ്കിൽ 25 അല്ലെങ്കിൽ 25-നേക്കാളും കൂടുതലോ ആണെങ്കിൽ 25 അല്ലെങ്കിൽ 25-നേക്കാളും കൂടുതലോ ആണെങ്കിൽ അവർ പാസ്ഡ് ആണ്, അല്ലാത്ത ആളുകൾ ഫെയിൽഡ് ആണ്. ഓക്കെ. അപ്പോൾ ഒരു ക്ലാസ്സിലൊരു 20 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഓരോ സ്റ്റുഡൻറ്റിനോട് ചോദിച്ചു എൻ്റെ മാർക്ക് എത്രയാണെന്നുള്ളത്. അപ്പോൾ അവർ 25 അല്ലെങ്കിൽ അതിനോളം മേലോട്ടാണെന്നുണ്ടെങ്കിൽ പാസ്ഡ് ആണ്, അല്ലെങ്കിൽ അവർ ഫെയിൽഡ് ആണ് അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഒരു കണ്ടീഷൻ നോക്കണം. ഇവരെ മാർക്ക് 25 അല്ലെങ്കിൽ അതിനേക്കാളും മേലെയാണോ അല്ലേ എന്നുള്ളത് കണ്ടീഷൻ നോക്കണം. ആ കണ്ടീഷൻ സക്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ പാസ്ഡ് ആണ്. അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് ഫാൾസ് ആണെങ്കിൽ, അല്ലെങ്കിൽ റിസൾട്ട് നോ എന്നുള്ളതാണെങ്കിൽ അതിൻ്റെ അവരെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു ഫെയിൽഡ് ആണ്. ഇതുപോലത്തെ സിനാരിയോ നമുക്ക് വേറെയും കുറേ എണ്ണം വരാം. ഇപ്പോൾ ഒരു ഇ കൊമേഴ്സിൽ ഒരു ആമസോൺ പോലത്തെ ഒരു അപ്ലിക്കേഷനിൽ നമുക്കറിയാം, നമ്മൾ ആമസോൺ അപ്ലിക്കേഷനിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ സൈഡിൽ അതിൻ്റെ പ്രൈസ് കൊടുക്കാനുള്ള, അല്ലെങ്കിൽ പ്രൈസ് വെച്ച് ഫിൽട്ടർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇതുപോലൊരു മാർക്കുണ്ട്. ഇവിടെ നമ്മൾ ശരിക്കും അവരുടെ സ്കോറിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പാസ്ഡ് ആണോ ഫെയിൽഡ് ആണോ തീരുമാനിക്കുന്നത്. നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നിങ്ങളൊരു കമ്പനി നടത്തുന്നുണ്ട്. നിങ്ങൾ കോഴിക്കോട് നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെന്ന് വെച്ചോ. നിങ്ങളവിടെ ജോലിക്ക് വേണ്ടി അപേക്ഷ, നിങ്ങളുടെ ജോലിക്കാർക്ക് വേണ്ടി ജോബ് ഓപ്പണിംഗ് വന്നപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു, അതിനുള്ള അപ്ലിക്കേഷൻസ് നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു ക്രൈറ്റീരിയ വെച്ചോ. അപ്പോൾ അവർ ഡിഗ്രീൻ്റെ മാർക്ക് അല്ലെങ്കിൽ +2-ൻ്റെ മാർക്ക് ഒരു 70%-നേക്കാളും മേലെ ആയിരിക്കണം. 70% അല്ലെങ്കിൽ അതിനേക്കാളും മേലെ ആയിരിക്കണം. അങ്ങനത്തെ ആളുകളെ മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷനും കൂടെ ഉണ്ട്. ജസ്റ്റ് സ്കോർ മാത്രം പോരാ, അവർക്ക് അവരെ ലൊക്കേഷന് കാലിക്കറ്റ് ഡിസ്ട്രിക്റ്റ് ആയിരിക്കും വേണം. ഈ 2 കണ്ടീഷനും മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കാൻഡിഡേറ്റ്സിനെ മാത്രമേ നിങ്ങൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ഇങ്ങനത്തെ ഒരു സിനാരിയോ വരുന്നുണ്ട് വെച്ചോ. ഇവിടെ നമ്മൾ വരുന്ന സമയത്ത് ശരിക്കും ഇവിടെ നമ്മൾ 2 കണ്ടീഷനാണ് കൊടുക്കുന്നത്. ഡിഗ്രീൻ്റെ അല്ലെങ്കിൽ +2-ൻ്റെ സ്കോർ, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ, അല്ലെങ്കിൽ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഡിഗ്രി ആവാം, +2 ആവാം, ഏതാണോ അതിൻ്റെ സ്കോർ 70%-നേക്കാളും മേലെ. അതേപോലെ അവരുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ കറണ്ട് ലൊക്കേഷൻ എന്ന് പറയുന്നത് കോഴിക്കോടായിരിക്കണം. അപ്പോൾ ഇങ്ങനെ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇതേപോലെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇവിടെ നമുക്ക് ഈ ആൻഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതും ആയിരിക്കണം, അതിൻ്റെ കൂടെ ഈ ഒരു കണ്ടീഷനെ മീറ്റ് ചെയ്യണം. അപ്പം നമ്മളതിന് നമുക്ക് 2 കണ്ടീഷൻസ് ഇതേപോലെ ആക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു മാനേജർ പൊസിഷൻസിന് വേണ്ടി മാനേജർ പൊസിഷന് വേണ്ടിയുള്ളൊരു ഓപ്പണിംഗ് ഉണ്ട്, ജോബ് ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതിന് കൺസിഡർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സിന് ഞാൻ ഒരു കണ്ടീഷൻ വെക്കുന്നത്, അവർക്ക് ഡിഗ്രീൻ്റെ സ്കോർ 80%-ൻ്റെ മേലെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അവർക്ക് MBA ഉണ്ടായിരിക്കണം. മാനേജറായിട്ട് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഒന്നുകിൽ ഡിഗ്രീൻ്റെ മാർക്ക് 80 അല്ലെങ്കിൽ 80-നേക്കാളും മേലെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ MBA ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യും, അല്ലേ.
ഇതെല്ലാം ശരിക്കും നമ്മുടെ കണ്ടീഷൻ തന്നെയാണ്. ഇതൊരു സിമ്പിൾ കണ്ടീഷനാണ്. ഇവിടെ നമ്മൾ 2 കണ്ടീഷന് നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ 2 കണ്ടീഷന്, പക്ഷെ ഇവിടെ ആൻഡ് എന്നുള്ളതായിരുന്നു. രണ്ടും ഒരുമിച്ച് ഇതും സാറ്റിസ്ഫൈഡ് ആവണം, ഇതും സാറ്റിസ്ഫൈഡ് ആവണം, എന്നാലേ നമ്മൾ ഫൈനലി അവർ കൺസിഡർ ചെയ്യുള്ളൂ. ഇവിടെ ഈ ഒരു കേസിലാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ ഇത്, ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ അവരെ കൺസിഡർ ചെയ്യും, അല്ലേ? ഇനി നമുക്ക് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇനി കോഴിക്കോടുള്ള ആൾക്കാർ മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുണ്ടെങ്കിലോ, ഒന്നുകിൽ ഡിഗ്രി 80% മേലെ സ്കോർ വേണം, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ MBA ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അവർക്ക് ലൊക്കേഷൻ കാലിക്കറ്റ് ആയിരിക്കും വേണം. അപ്പോൾ അങ്ങനത്തെ കേസിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പം ഇങ്ങനെ കൊടുക്കുന്ന സമയത്തിൽ ചെറിയ പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ഇത് അല്ലെങ്കിൽ ഇതെന്ന് പറഞ്ഞു, എന്നിട്ട് അതിൻ്റെ കൂടെ ഇത്. അപ്പോൾ ശരിക്കും ഈ ഓർ എന്നുള്ളത് ഇതിനെ രണ്ടിനും കൂടിയാണോ കൺസിഡർ ചെയ്യേണ്ടത്, അതോ ഈ ആൻഡ് ഇതിന് രണ്ടിനും കൂടിയാണോ ആൻഡ് കൺസിഡർ ചെയ്യേണ്ടത്? അപ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ ഇങ്ങനെ ബ്രാക്കറ്റ് വെച്ച് കണ്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇതിൻ്റെ ഒന്നുകിൽ ഡിഗ്രി 80%-നേക്കാളും മേലെ സ്കോർ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ MBA, ഇതിൽ ഏതെങ്കിലും പിന്നെ സാറ്റിസ്ഫൈഡ് ആയ ആളുകൾ, അതിൻ്റെ കൂടെ ലൊക്കേഷൻ കോഴിക്കോടും കൂടെ. അപ്പം ഇങ്ങനെ നമ്മൾ ബ്രാക്കറ്റ് വെച്ച് കണ്ട് ഇങ്ങനെ മൾട്ടിപ്പിൾ ഓറും ആൻഡും നമ്മൾ വെച്ചിട്ട് നമ്മളിങ്ങനെ കുറച്ച് കോംപ്ലക്സ് കണ്ടീഷൻ ആണെങ്കിൽ നമ്മളവിടെ ബ്രാക്കറ്റ് ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ശരിക്കും കൺഫ്യൂഷൻ ആവും. ഇവിടെ ഈ ക്വാളിഫിക്കേഷൻ MBA ആൻഡ് ലൊക്കേഷൻ കോഴിക്കോട്, അതിൻ്റെ കൂടെ ഓറാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരും. അപ്പോൾ നമുക്കവിടെ ബ്രാക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ ആ കൺഫ്യൂഷൻ ശരിക്കും മാറി കിട്ടും. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷനാണ്, ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു പിന്നെ ഇങ്ങനത്തെ സിനാരിയോസ് എല്ലാം നമുക്ക് പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് വരും. പ്രോഗ്രാമിങ്ങിൻ്റെ കേസിലാണെങ്കിലും നമുക്ക് ഇതേപോലത്തെ നമുക്ക് നോർമലി ബിസിനസ്സിൽ വരുന്ന, അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് റിക്രൂട്ട്മെൻറ്റിന് വരുന്ന ഈ കണ്ടീഷന്, അത് സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യും. സോഫ്റ്റ്വെയർ വെച്ച് നമ്മൾ ചെയ്യാൻ നോക്കുമ്പോൾ ഇതേ ലോജിക്ക് തന്നെയാണ് നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ ഉള്ളിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് നമുക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു നോവലിൻ്റെ ഒരു ഐഡിയ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ആ ഐഡിയ ആണ് ഞാൻ ഏതെങ്കിലും ഒരു ഭാഷയിൽ ഞാൻ എഴുതുന്നത്. അതേപോലെ നമുക്കിവിടെ ഈ ഒരു ലോജിക്കാണ്, എൻ്റെ മനസ്സിലുള്ള ഈ ഒരു ലോജിക്കാണ് ഏതെങ്കിലും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് നമ്മളതിനെ കമ്പ്യൂട്ടറിന് ഫീഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷനായിട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള ഐഡിയ തന്നെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഐഡിയ കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും അതിന് നമുക്ക് കണ്ടീഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഈഫ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. ഈഫ് എന്നുള്ളത് ശരിക്കും നമ്മൾ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാണ്. വാർ ഫൈനൽ സ്കോർ ഈക്വൽ ടു ഇപ്പോൾ ഒരു 45 എന്നുള്ളത് ഞാൻ കൊടുത്തു. ഓക്കെ, പിന്നെ മാക്സിമം സ്കോർ ഈക്വൽ ടു 50 കൊടുത്തിട്ടുണ്ട്. പിന്നെ പാസ് മാർക്ക് എന്നുള്ള രീതിയിൽ ഞാൻ കട്ട് ഓഫ് ഈക്വൽ ടു 25 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റുഡൻറ്റിൻ്റെ സ്കോർ, ഫൈനൽ സ്കോർ എന്ന് പറയുന്നത് കട്ട് ഓഫ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലോ ആണെങ്കിൽ അയാൾ പാസ്ഡ് ആണ്. അപ്പോൾ ഞാനിവിടെ നോക്കുകയാണ്, ഇങ്ങനെ ഫൈനൽ സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കട്ട് ഓഫ് ഇങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ കണ്ടീഷൻ്റെ ഈ ഈഫ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതുപോലെ നമുക്ക് എക്സ്പ്രഷൻസ് അല്ലെങ്കിൽ കണ്ടീഷൻസ് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈഫ് എന്ന് കൊടുത്തിട്ട് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, എന്നിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യുന്നതിൻ്റെ ഉള്ളിൽ നമ്മുടെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഞങ്ങൾക്കിവിടെ ഈ കൺസോൾ ലോഗ് ഓഫ് പാസ്റ്റ് എന്ന് കൊടുക്കാൻ പറ്റും. ഇനി ഇത് ട്രൂ അല്ലെങ്കിൽ, ഈ കണ്ടീഷന് ഫൈനൽ സ്കോർ കട്ട് ഓഫിനേക്കാളും കൂടുതലോ അല്ലെങ്കിൽ ഈക്വലോ അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ സ്കോർ അതിനേക്കാളും താഴെയാണ്. ഇപ്പോൾ ഒരാളെ സ്കോർ 22 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് 25-നേക്കാളും താഴെയാണ്. ഇങ്ങനെ 25-നേക്കാളും താഴെയാണെങ്കിൽ അയാൾ ഫെയിൽഡ് എന്നുള്ള മെസ്സേജ് നമുക്ക് കൊടുക്കണം. അപ്പോൾ ഈ ജാവാസ്ക്രിപ്റ്റിലാണെങ്കിലും എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും ഇത് കോമൺ ആണ്, ഈ ഒരു പോർഷന്. അപ്പോൾ അതിന് അല്ലെങ്കിൽ, ഈ കണ്ടീഷൻ ട്രൂ അല്ലെങ്കിൽ പോവാനുള്ള ഒരു പാർട്ടാണ് ഈ എൽസ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും ഇങ്ങനെ ഫെയിൽഡ് എന്നുള്ളത്
കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഈ കോഡ് ഞാൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫെയിൽഡ് എന്നുള്ള മെസ്സേജാണ് വരിക. ഫെയിൽഡ് എന്നുള്ള മെസ്സേജാണ് വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിന് പകരം ഈ ഒരു മാർക്കിനെ ഞാൻ ഒരു 26 എന്നുള്ളതാക്കുകയാണ്, അല്ലെങ്കിൽ 25 എന്നുള്ളതാക്കുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേറ്റർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്ററായിട്ട് ഇതേപോലെ കണ്ടീഷൻസ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറേ ഓപ്പറേറ്റർ ഉണ്ട്. ഗ്രേറ്റർ ദാൻ നമുക്കറിയാം, ഇപ്പുറത്തുള്ളതിനേക്കാളും ഫൈനൽ സ്കോർ കട്ട് ഓഫിനേക്കാളും കൂടുതലാണോ എന്നുള്ളത്. ഇനി കൂടുതലാണോ അല്ലെങ്കിൽ ഈക്വൽ ആണോ എന്നുള്ളത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമ്മൾ ഈക്വൽ ടു കൂടെ കൊടുക്കും. അതേപോലെ നമുക്ക് ലെസ് ദാൻ ഉണ്ട്, അതേപോലെ നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കണ്ടീഷൻസ് ആണ്. പിന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതാണ് ഈക്വൽ ടു. ഇപ്പോൾ ഒരാളെ സ്കോർ എന്ന് പറയുന്നത് മാക്സിമം സ്കോർ ആണെന്നുണ്ടെങ്കിൽ, ഒരാളെ സ്കോർ മാക്സിമം സ്കോർ ആണ് എന്ന് വെച്ചാൽ ഫുൾ മാർക്കാണ്. ഞാൻ അയാൾക്കൊരു ഒരു മെസ്സേജ് കൊടുക്കുകയാണ്. ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള രീതിയിലൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഫൈനൽ സ്കോർ ഒരാൾ ഫുൾ മാർക്ക് വാങ്ങിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഈ എക്സലൻറ്റ് യുവർ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ള മെസ്സേജ് വരും. അതല്ലെങ്കിൽ ഇപ്പോൾ ഇയാൾക്കൊരു ഈവൻ 49 ആണെങ്കിൽ പോലും ആ മെസ്സേജ് വരില്ല, പാസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കണ്ടീഷൻ ഈക്വൽ ടു ആണെങ്കിൽ നമ്മളിവിടെ ഈക്വൽ ടു ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ഈക്വൽ ടു ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സിംഗിൾ ഈക്വൽ ടു അല്ല. സിംഗിൾ ഈക്വൽ ടു എന്നുള്ളത് നമ്മൾ ഇവിടെ ഇങ്ങനെ വാല്യൂ അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കണ്ടീഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക ഡബിൾ ഈക്വൽ ടു ആണ്. ഡബിൾ ഈക്വൽ ടു ഉപയോഗിക്കാം, അല്ലെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കാൻ പറ്റും. ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ രണ്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ വാല്യൂ രണ്ടും ഈക്വൽ ആണെന്നുള്ളതും ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ മാക്സിമം സ്കോർ എന്നുള്ളത് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇപ്പം ഇങ്ങനെ സ്ട്രിങ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. നമുക്കറിയാം, ഇങ്ങനെ ഡബിൾ കോട്ട്സിൽ കൊടുത്തു കഴിഞ്ഞാൽ സ്ട്രിങ് ആണല്ലോ. ഇവിടെ ശരിക്കും എക്സലൻറ്റ് യുവർ ഔട്ട്സ്റ്റാൻഡിങ് എന്നുള്ളത് വന്നു. ഇവിടെ നമ്മൾ മാക്സിമം സ്കോർ കൊടുത്തിട്ടുള്ളത് സ്ട്രിങ്ങും ഫൈനൽ സ്കോർ നമ്പറുമാണ്. അങ്ങനെ ഡാറ്റ ടൈപ്പിൽ ഡിഫറൻസ് ഉണ്ടായിട്ടും ഈ കണ്ടീഷൻ ട്രൂ ആയി. എന്നിട്ട് നമുക്ക് ഈ ഒരു മെസ്സേജ് കാണാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഇതിൽ കൺസിഡർ ചെയ്യുന്നത് വാല്യൂ ഈക്വൽ ആണോ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഡബിൾ ഈക്വൽ ടു ആണെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. ഓക്കെ, അതേസമയം നമുക്കിവിടെ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ആ മെസ്സേജ് വരുന്നില്ല. അപ്പോൾ ട്രിപ്പിൾ ഈക്വൽ ടുൻ്റെ കേസിൽ ശരിക്കും നടക്കുന്നത് വാല്യൂ ഈസ് ഈക്വൽ ആൻഡ് ഡാറ്റ ടൈപ്പ് ആൾസോ ഷുഡ് ബി സെയിം. ഡാറ്റ ടൈപ്പും കൂടെ നമുക്ക് നോക്കണം, അതും കൂടെ കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിക്കണം. ട്രിപ്പിൾ ഈക്വൽ ടു ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഡാറ്റ ടൈപ്പും സെയിം ആയിരിക്കണം, ഇത് രണ്ടും സെയിം ആയിരിക്കണം. അതേപോലെ അതിൻ്റെ വാല്യൂം സെയിം ആയിരിക്കണം. ഇത് രണ്ടും ട്രൂ ആണെങ്കിൽ മാത്രമേ അത് കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇനി ഞാൻ ഇപ്പോൾ നമ്മുടെ നേരത്തെ ചെയ്തൊരു സിമ്പിൾ കാൽക്കുലേഷൻ്റെ ഒരു എക്സാമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ടെക്സ്റ്റ് ബോക്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഈ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ ഒരാളെ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിന് എന്ത് ചെയ്യണം, അതിൻ്റെ താഴെ നമുക്ക് ഒരു റിസൾട്ട് നമുക്ക് ഇവിടെ കാണിക്കണം. നമുക്ക് കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇപ്പോൾ ഇത് കൊടുത്തു,
വാല്യൂ ടെക്സ്റ്റിൽ വാല്യൂ എൻ്റർ ചെയ്തു. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. ഓൺ ക്ലിക്ക് എന്നുള്ളത് വാലിഡേറ്റ് എന്നുള്ള രീതിയിൽ ഞാനൊരു ഫങ്ഷൻ കൊടുക്കുന്നു. നമുക്ക് ബട്ടൺ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മുമ്പ് HTML പഠിച്ചതാണ്. ഇൻപുട്ട് ടൈപ്പ് ഈക്വൽ ബട്ടൺ ഉണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ബട്ടൺ എന്നുള്ളത് കൊടുക്കാം. രണ്ടാണെങ്കിലും വർക്കൗട്ട് ആവും. ഓക്കെ, നമുക്കിവിടെ വരുമ്പോൾ സ്കോർ ഉണ്ട്, വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട്. ഇപ്പോൾ ഞാനിവിടെ ഒരു വാലിഡേറ്റ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യാണ്. ഒരു ഫങ്ഷൻ വാലിഡേറ്റ് എന്നുള്ളത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമുക്ക് ചെയ്യേണ്ട എന്താണ്, ഈ സ്കോർ എന്ന് പറയുന്ന ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ നമുക്ക് എടുക്കണം. ID ഓഫ് സ്കോർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അല്ലേ. ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ആ എലമെൻറ്റിലുള്ള ടെക്സ്റ്റ് ബോക്സിലുള്ള വാല്യൂ എനിക്ക് എന്ത് ചെയ്യാം, ഇവിടെ കിട്ടും. ഓക്കെ, എനിക്കതിൻ്റെ വാല്യൂ കിട്ടി. പിന്നെ ഞാൻ നമ്മൾ കൊടുത്ത പോലെ കട്ട് ഓഫ് സ്കോർ എന്നുള്ള രീതിയിൽ ഞാൻ 25 എന്നുള്ളത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്. ഇഫ് ഇതിനെ ഞാൻ നമ്പർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം. നമുക്കിവിടെ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പർ വരില്ലല്ലോ, ഫുള്ളായിട്ടുള്ള നമ്പർ മാത്രമല്ലേ വരുള്ളൂ. ഇവിടെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്ന വേരിയബിളിൽ എടുത്തു, എന്നിട്ട് അതിൻ്റെ ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെ ഞാൻ ചെയ്യുന്നത് എല്ലാം കൂടെ ഒറ്റ ലൈനിലാണ് പാർസെൻറ്റ് ഇതിനെ. അപ്പോൾ ഇവിടെ ശരിക്കും വർക്ക് ചെയ്യൽ അങ്ങനെയാണ്. ഇതിൻ്റെ റിസൾട്ട് ഈ ഒരു ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് സ്കോർ എന്നുള്ള ഒരു HTML എലമെന്റിനെ കണ്ടെത്തും. ആ എലമെന്റിന്റെ ഉള്ളിൽ നിന്ന് വാല്യൂവിനെ കണ്ടെത്തും. എന്നിട്ട് ഈ വാല്യൂവിനെ ഈ പാർസെന്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻക്ക് പാസ് ചെയ്യും. എന്നിട്ട് അതിന്റെ റിസൾട്ട് എന്താണോ വരുന്നത്, ഇവിടെ ഫൈനലായിട്ട് ഇവിടെ എന്താണോ വരുന്നത് അതിനെ ഈ ഒരു വേരിയബിൾക്ക് എടുത്തു വെക്കും. ഇങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യാം. എപ്പോഴും റൈറ്റ് സൈഡിലുള്ള കംപ്ലീറ്റ് റിസൾട്ടിനെയാണ് ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിൾക്ക് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ സ്കോർ ഈക്വൽ ടു ഞാനിവിടെ ഒരു മാക്സിമം സ്കോറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. ഞാനൊരു 15 തന്നെ കൊടുത്തു. മാക്സിമം സ്കോർ ആണെങ്കിൽ എനിക്ക് ചെയ്യേണ്ട എന്താണ്, ഡോക്യുമെന്റ് ഡോട്ട് ഗെറ്റ് എലമെന്റ് ബൈ ID ഓഫ് റിസൾട്ട് എന്ന് പറയുന്ന H1നെ ഞാൻ എടുത്തു. എന്നിട്ട് ഒരു വേരിയബിൾക്ക് ഞാൻ എടുക്കുകയാണ് റിസൾട്ട് എലമെന്റ്. പിന്നെ റിസൾട്ട് എലമെന്റ് ഡോട്ട് ഇന്നർ HTML ഈക്വൽ ടു അല്ലെങ്കിൽ ഇന്നർ ടെക്സ്റ്റ് ഈക്വൽ ടു, നമുക്ക് ടെക്സ്റ്റ് മാത്രമല്ലേ ഉള്ളൂ, ഔട്ട്സ്റ്റാൻഡിംഗ് എന്നുള്ളത് ഞാൻ കൊടുത്തു. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ കളറ് ഞാൻ ഗ്രീൻ ആക്കാണ്. നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഒരാളെ സ്കോർ 50 ആണ് കൊടുത്തത്. അപ്പോൾ എനിക്കിവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് എന്ന് പറയുന്ന മെസ്സേജ് എനിക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ ചെയ്തത് ഈ വാല്യൂ നോക്കിയിട്ട് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യും, ആ മെസ്സേജ് നമ്മളിവിടെ കാണിക്കും. ഓക്കെ, ഇനി അപ്പോൾ ഈ കണ്ടീഷൻ നമുക്കൊരു കോഡിൽ നമുക്ക് മൾട്ടിപ്പിൾ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഇവിടെ ഈ സ്കോർ മാക്സിമം സ്കോർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കേളി ബ്രേസ് സ്റ്റാർട്ടിങ്ങിൻ്റെയും എൻഡിങ്ങിൻ്റെയും ഇടയിലുള്ള ഈ ഒരു പാർട്ട് ഓഫ് കോഡ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലോട്ട് പോകും. ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതുവരെയുള്ള ലൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള ലൈൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി ഇത് ഈ ഒരു കണ്ടീഷൻ ട്രൂ അല്ലെങ്കിലോ,
ട്രൂ അല്ലെങ്കിൽ ഇതിന് നേരെ താഴെയുള്ള ഈ കേളി ബ്രേസ് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് ലൈന് മുതൽ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ശരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു കണ്ടീഷൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ റിസൾട്ട്, ഇതിൻ്റെ നമ്മളിവിടെ ബ്രാക്കറ്റിൽ നമ്മൾ നേരത്തെ ഈ കാണിച്ചിട്ടുണ്ടായിരുന്ന റിസൾട്ട് ഇങ്ങനെ കോംപ്ലക്സ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാം ശരിക്കും വരുമ്പോൾ ഇതിൻ്റെ ഈ മൊത്തത്തിലുള്ള എക്സ്പ്രഷന് ഇവിടെ മുതൽ ഇതുവരെയുള്ള ഈ ഒരു കംപ്ലീറ്റ് എക്സ്പ്രഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ റിസൾട്ട് നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. ട്രൂ ആണെങ്കിൽ അയാളെ നമ്മൾ ജോബിന് കൺസിഡർ ചെയ്യുന്നുണ്ട്, ഫാൾസ് ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മൊത്തത്തിൽ എത്ര കണ്ടീഷൻസ് നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഫൈനൽ റിസൾട്ടിനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇഫ് കണ്ടീഷൻ കൊടുക്കുന്ന സമയത്ത് ഈ ഒരു ഓപ്പണിംഗ് ബ്രാക്കറ്റിൻ്റെയും ക്ലോസിംഗ് ബ്രാക്കറ്റിൻ്റെയും ഇടയിലുള്ള എന്തൊക്കെ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് വരുന്നത് ഒരു ബൂളിയൻ ആയിരിക്കണം, ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആണെങ്കിൽ മാത്രമേ ഈ ഒരു ഇഫ് കണ്ടീഷൻ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അല്ലാതെ നമുക്ക് ഒരു നമ്പറൊന്നും നമുക്കതിൻ്റെ ഫൈനൽ റിസൾട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ കഴിയില്ല. അതിൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കണം അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കണം. എത്ര കണ്ടീഷൻസും ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഞാനിവിടെ ഒരു ടെക്സ്റ്റ് ബോക്സും കൂടെ ഞാൻ കൊടുക്കുകയാണ്, പ്ലേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പ്ലേസിൻ്റെ വാല്യൂ കൂടെ ഞാൻ റീഡ് ചെയ്യാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ പ്ലേസ് കോഡ് കോപ്പി പേസ്റ്റ് ചെയ്യുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റായിട്ട് തീർക്കാനാണ്. പ്ലേസ് ആയതുകൊണ്ട് നമുക്കതിൻ്റെ പാർസിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഞാനതിന് പ്ലേസ് എന്നുള്ള ഒരു ID എന്നുള്ള വാല്യൂ ഞാൻ എടുത്തു. അപ്പോൾ എനിക്കിവിടെ പ്ലേസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ എനിക്ക് വേണ്ടത് ഇതിപ്പോൾ ഒരു ജോബിന് വേണ്ടിയുള്ളതാണെന്ന് ചോദിച്ചത്. ജോബിന് വേണ്ടിയുള്ളതിന് എനിക്ക് ഒരു 40ൻ്റെ മേലുള്ള ആളുകളെ മാത്രമേ എനിക്ക് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇഫ് സ്കോർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കട്ട് ഓഫ് സ്കോർ കൂടെ എന്തായിരിക്കണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷൻ എന്നുള്ളത് അല്ലെങ്കിൽ പ്ലേസ് എന്നുള്ളത് കോഴിക്കോടായിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ഈ ഇങ്ങനെ ഇംഗ്ലീഷിൽ നമ്മൾ ആൻഡ് അല്ലെങ്കിൽ ഓർ എന്നുള്ള ഉപയോഗിക്കും അല്ലേ. ആൻഡിന് AND അല്ലെങ്കിൽ OR എന്ന് പറയുന്ന ഓർ എന്നുള്ള ഉപയോഗിക്കാം. ജാവാസ്ക്രിപ്റ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ആൻഡ് എന്നുള്ളത് നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ആൻഡ് എന്നുള്ള സിമ്പിൾ 2 പ്രാവശ്യം ഉപയോഗിക്കും. ഓക്കെ, അതാണ് നമ്മുടെ ആൻഡ് എന്ന് പറയുന്നത്. ഓർ എന്ന് പറയുന്നത് നമ്മുടെ പൈപ്പ് സിമ്പിൾ ഉണ്ട് നമ്മുടെ കീബോർഡിൽ നമ്മൾ എൻ്റർ കീൻ്റെ തൊട്ട് മേലെയുള്ള സ്ലാഷ് എല്ലാം വരുന്ന അതേ കീ തന്നെ വരുന്നതാണ് ഈ പൈപ്പ് സിമ്പിൾ. ഷിഫ്റ്റ് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പൈപ്പ് സിമ്പിൾ വരും. ഇത് നമ്മൾ പൈപ്പ് സിമ്പിൾ എന്ന് വിളിക്കുക. അങ്ങനത്തെ 2 എണ്ണം കൊടുക്കുക. ആൻഡിനാണെന്നുണ്ടെങ്കിൽ ഡബിൾ ആംബ്രസൻറ്റ്, ഓറിനാണെങ്കിൽ ഡബിൾ പൈപ്പ് സിമ്പിൾ, ഇങ്ങനെ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻഡ് പ്ലേസ് ഈക്വൽ ടു അല്ലെങ്കിൽ ട്രിപ്പിൾ ഈക്വൽ ടു കൊടുക്കാൻ പറ്റും. കോഴിക്കോട് എന്നുള്ളത് ഞാൻ കൊടുത്തു. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ റിസൾട്ടിൽ കൊടുക്കുന്നത് യു ആർ എലിജിബിൾ ഫോർ ജോബ് അപ്ലിക്കേഷൻ. ജോബിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ജോബ്. ഓക്കെ, ഇനി അല്ലെങ്കിലോ നമ്മൾ ഈ ഒരു കണ്ടീഷൻ ഫെയിൽ ആകുന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മെസ്സേജ് കൊടുക്കണം. സോറി, യു ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ജോബ്. എന്നിട്ട് ഇതിൻ്റെ കളർ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ഓറഞ്ച് കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഞാൻ സ്കോർ ഒരു 41 കൊടുത്തു. പ്ലേസ് ഞാൻ കോഴിക്കോട് കൊടുത്തു.
എനിക്ക് റിസൾട്ട് എന്ത് ചെയ്യും, യു ആർ എലിജിബിൾ ടു അപ്ലൈ ഫോർ ജോബ് വന്നു. ഞാൻ അതിന് പകരം കണ്ണൂരാണ് ഞാൻ കൊടുക്കുന്നുണ്ടെങ്കിൽ സോറി യു ആർ നോട്ട് എലിജിബിൾ ടു അപ്ലൈ ഫോർ ജോബ് എന്നുള്ളത് വന്നു. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്പിൾ കണ്ടീഷനെ ഈ ആൻഡ് ക്ലോസ് ഉപയോഗിച്ചിട്ട്, ആൻഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതേപോലെ നമുക്ക് ക്വാളിഫിക്കേഷനും കൂടെ ഞാൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഏറ്റവും സിമ്പിൾ മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ച് ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഡ്രോപ്പ് ഡൗൺ എല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റും. ഓക്കെ, ക്വാളിഫിക്കേഷനും കൂടെ ഞാൻ ഒരു വേരിയബിൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ ക്വാളിഫിക്കേഷൻ കൂടെ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഈ ഒരു കണ്ടീഷനാണ് ഞാൻ നോക്കുന്നുണ്ടെങ്കിൽ ഡിഗ്രീൻ്റെ സ്കോർ 80% അല്ലെങ്കിൽ 40 മേലുണ്ട്, പിന്നെ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ MBA, ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ ആണ്, കൂടെ ലൊക്കേഷൻ കോഴിക്കോടും കൂടെയാണ്. ഈ ഒരു കണ്ടീഷനാണ് ഞാൻ നോക്കുന്നുണ്ടെങ്കിലോ, ഇപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഞാൻ മാറ്റം വരുത്തുകയാണ്. സ്കോർ മാത്രമേ നേരത്തെ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. എനിക്കിവിടെ വേണ്ടത് ക്വാളിഫിക്കേഷന് സ്കോർ കട്ട് ഓഫിനേക്കാളും കൂടുതലുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ ഈക്വൽ ടു MBA. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളോട് ഓറും ആൻഡും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്ന സമയത്ത് എനിക്ക് കമ്പൈൻ ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒന്ന് ട്രൂ ആയാൽ മതി. ഇങ്ങനെ ഒരുമിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും അത് വർക്കൗട്ട് ആവില്ല. ഇതിൽ ശരിക്കും എങ്ങനെ ഉണ്ടാവുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ MBAയും ഇതും കോഴിക്കോടും ട്രൂ ആണ്, പിന്നെ അല്ലെങ്കിൽ കട്ട് ഓഫ് ലൊക്കേഷൻ കൺസിഡർ ചെയ്യാതെ കട്ട് ഓഫ് ഇതിനേക്കാളും കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ട്രൂ ആയിട്ട് വരും അല്ലേ. കാരണം ഇവിടെ ഇത് രണ്ടും കൂടെ ആദ്യം കമ്പൈൻ ചെയ്യും. ആൻഡുള്ള പാർട്ട് ആദ്യം കമ്പൈൻ ചെയ്യും, ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആണോ നോക്കും, ഇതിൻ്റെ റിസൾട്ട് ട്രൂ ആണ്, പിന്നെ ആ റിസൾട്ടും ഇതും കൂടെ കമ്പൈൻ ചെയ്യും, ഓർ വെച്ചിട്ട് കമ്പൈൻ ചെയ്യും. അങ്ങനെയാണ് ശരിക്കും അത് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ശരിക്കും റിസൾട്ട് നമുക്ക് അങ്ങനെയല്ല വേണ്ടത്, ഒന്നുകിൽ കട്ട് ഓഫ് അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ MBA, അതിൻ്റെ കൂടെ എന്തായാലും ലൊക്കേഷൻ കൺസിഡർ ചെയ്യണം. അങ്ങനത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിന് ബ്രാക്കറ്റ് വെച്ചിട്ടാണ് നമ്മൾ ഇതിനെ ഗ്രൂപ്പ് ചെയ്യും. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ട്രൂ പ്ലസ് ഇതും കൂടെ കൺസിഡർ ചെയ്യാം, ഇങ്ങനെ ആയിട്ട് വരും. ഇവിടെ എൻ്റെ സ്കോർ ശരിക്കും 25 ഉള്ളൂ, പിന്നെ ലൊക്കേഷൻ കോഴിക്കോടാണ്. ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഞാൻ MBA ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കിവിടെ ഞാൻ എലിജിബിൾ ആണെന്നുള്ളത് മാർക്ക് ചെയ്യും. ഞാൻ MBA അല്ല എടുത്തിട്ടുള്ളത്, ഞാനൊരു MSc ആണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ എലിജിബിൾ അല്ല. ഓക്കെ, ഇനിയല്ല ഞാൻ MSc ആണ്, പക്ഷേ എൻ്റെ സ്കോർ ഇപ്പോൾ ഒരു 45 ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എലിജിബിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഇതേപോലെ കണ്ടീഷൻസ് കൊടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് ഈഫിൻ്റെ കേസിൽ നമുക്ക് പിന്നെ ഇങ്ങനെ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇങ്ങനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്, ഓക്കെ, ഈ ഒരു കണ്ടീഷൻ ഫാൾസ് ആണ്, പക്ഷെ എന്നാലും എനിക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഒരു കണ്ടീഷനും കൂടെ നോക്കണം. എൽസ് ഈഫ് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. എൽസ് ഈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ നമ്മൾ നേരത്തെ കൊടുത്ത കണ്ടീഷൻ ഫാൾസ് ആണ്, പക്ഷേ നമുക്ക് ഇനിയും എന്തെങ്കിലും പോയിന്റ് കൺസിഡർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എൽസ് ഈഫ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ഫൈനലി അതൊന്നും അല്ലെങ്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളതിന് നമുക്ക് ഒരു എൽസും കൊടുക്കാൻ പറ്റും. ഇപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എൽസ് ഈഫ് എന്ന് കൊടുത്തിട്ട് ഞാനിവിടെ കൊടുക്കുകയാണ്. ലെറ്റ്സ് സേ ഞാനൊരു ക്വാളിഫിക്കേഷൻ PhD ഉണ്ടെങ്കിൽ എനിക്ക് ലൊക്കേഷൻ ഒന്ന് കൺസിഡർ ചെയ്യണ്ട, അയാൾ എന്തായാലും ഞാൻ ജോബിന് വേണ്ടി കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ശരിക്കും ഇങ്ങനെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ശരിക്കും എങ്ങനെ വർക്ക് ചെയ്യാം,
ഇയാൾക്ക് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇങ്ങോട്ട് പോകും. എന്നിട്ട് അത് ട്രൂ അല്ലെങ്കിൽ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള LCF കൊടുത്തിട്ടുള്ള ഈ ഒരു കണ്ടീഷനെ ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ ഇത് ട്രൂ ആണെങ്കിൽ ഈ ഒരു ഗേൾ ബ്രേസിനുള്ളിലോട്ടുള്ള പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതും ട്രൂ അല്ല, ഇതും ഫാൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു പോർഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഞാനിവിടെ സ്കോർ എനിക്ക് 25 ആണുള്ളത്. ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ പ്ലേസ് എന്നുള്ളത് കണ്ണൂരാണ്. ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് ഇപ്പോൾ PhD ആണ്. ശരിക്കും ഞാൻ എലിജിബിൾ ആണ്. ഞാൻ PhD അല്ല, ഞാനിപ്പോൾ ഒരു MSc ആണെന്നുണ്ടെങ്കിൽ എലിജിബിൾ അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഞാൻ ലാസ്റ്റ് ക്വാളിഫിക്കേഷൻ എന്നുള്ളത് +2 ആണ്. എൻ്റെ സ്കോർ ഒരു 41 ഉണ്ട്. പ്ലേസ് എന്നുള്ളത് കോഴിക്കോടാണെന്നുണ്ടെങ്കിൽ ഞാൻ എലിജിബിൾ ആണ്. കാരണം എന്താണ്, ആദ്യത്തെ ഈ ഒരു കണ്ടീഷനിക്ക് പോകും. ഓക്കെ, ഇങ്ങനെയാണ് ശരിക്കും ഇതിൻ്റെ ഈഫ് കണ്ടീഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസിനെ കമ്പൈൻ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ട്രൂ അല്ലെങ്കിൽ അടുത്ത ഒരു കണ്ടീഷന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, LCF എത്ര എണ്ണം ആണെങ്കിലും എഴുതാൻ പറ്റും. ഈഫ് LCF എന്ന് നമുക്ക് എത്ര എണ്ണം ആണെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. എന്നിട്ട് ഫൈനലി നമുക്ക് ഇതൊന്നും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട സംഭവത്തിന് നമ്മൾ എൽസ് എന്നുള്ള പാർട്ടിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്കിങ്ങനെ ഈ ഒരു സംഭവം നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഇനി എനിക്കിതിൽ എന്തെങ്കിലും ഞാനൊരു വിചാരിക്കുന്ന പോലെ റിസൾട്ട് വരുന്നില്ല. ഇപ്പോൾ പിന്നെ ഞാനിവിടെ ബൈ മിസ്റ്റേക്ക് ഞാൻ നമ്മുടെ റിസൾട്ട് എന്നുള്ളത് കൊടുത്തത് എന്തായി തെറ്റിപ്പോയി. എന്നിട്ട് ഞാനിവിടെ 45 പ്ലേസ് കോഴിക്കോട് കൊടുത്തു. എനിക്ക് റിസൾട്ട് ഒന്നും വരുന്നില്ല. അപ്പം ഇങ്ങനെ വരാത്ത സമയത്ത് ഇതിനെ കണ്ടെത്താൻ പറ്റുന്നുള്ളത്, ഇഷ്യൂ ഇങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇത് വരാൻ സാധ്യതയുള്ള സിനാരിയോ ആണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചിലപ്പോൾ റിസൾട്ട് വരില്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ അതെങ്ങനെ നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, അടുത്ത സെഷനിൽ നമ്മൾ നോക്കും. ഓക്കെ.